ഹലോ നമസ്കാരം. ഇപ്പൊ നമ്മൾ എവിടെയാണ് നിൽക്കണമെന്ന് അറിയോ? മലപ്പുറം ജില്ലയിലെ എടപ്പാളിനടുത്ത് അയിലക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. 2 ദിവസമായി ഞാൻ ഈ വീട്ടിലേക്ക് വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നാണ് സമയം കിട്ടിയത്. മുസ്തഫയുടെയും ഷെമീനയുടെയും വീട്ടിലാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഈ കമ്മൽ ചെടി കണ്ടില്ലേ? ഇവിടെ കമ്മൽ ചെടി മാത്രമല്ല, കണ്ടില്ലേ? ഇതേ ഒരു പൂവാണെന്ന് കരുതിയിട്ടാണെന്ന് തോന്നുന്നത്. പൂമ്പാറ്റ എന്നെ വട്ടം ചുറ്റി പറക്കുന്നുണ്ട്. ഇതിൽ മൊത്തം പൂവാണ്. എത്ര പൂക്കളാണ്, എത്ര ചെടികളാണെന്ന് എനിക്ക് പറയാൻ വയ്യ. അത്രയധികം ചെടികളാണ്. പക്ഷെ നമ്മളിന്നിവിടെ വന്നത് ഈ പൂക്കളൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടിയല്ല. വളരെ വ്യത്യസ്തത നിറഞ്ഞ കാട് പോലെ പടർന്നു പന്തലിച്ച് നമുക്ക് കണ്ണിന് അത്ഭുതം തന്നുകൊണ്ടിരിക്കുന്ന മണിമുല്ല. ആ മണിമുല്ലയുടെ വീഡിയോ ആണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടത്. ആ മണിമുല്ലയുടെ വീഡിയോ എടുക്കാൻ വേണ്ടി ഇവിടെ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ അന്തം വിട്ടുപോയി. ഇത് മണിമുല്ല മാത്രമല്ല, ലോകത്തുള്ള സകല ചെടികളുടെയും ഒരു ഭാഗം ഇവിടെ ഉണ്ട്. ഇത്രയും ചെടികളെ സ്നേഹിക്കുന്ന, ഇത്രയും ചെടികളോട് വളരെ ആരാധനയുള്ള ഒരു സ്ത്രീ. അവര് ചെടികളെ സ്നേഹിക്കുക മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ടൊരു ഷോപ്പ് കൂടി നടത്തുന്നു. അവരൊരു അധ്യാപികയായിരുന്നു. അങ്ങനെയുള്ള ഒരു സ്ത്രീയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. കാര്യതാണ് ഇത്രയും വലിയ ഒരു വൃക്ഷത്തിന്റെ മേലെ പടർന്നതേ ഒരു കൊച്ചു ചട്ടിയിലാന്നുള്ളതാണ് ഏറ്റവും വലിയ രസകരമായ കാര്യം. ആ ഓക്കെ 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 ഇരപിടിയൻ സസ്യം. ഇതെന്താ, ഇത് പ്ലാസ്റ്റിക് അല്ലേ? ഞാൻ എന്തോ പ്ലാസ്റ്റിക്കിന്റെ നൂലെങ്ങാന് കട്ട പിടിച്ച് കിടക്കാന്നാ വിചാരിച്ചിരിക്കുന്നത്. എന്താ പേര് ഇതിന്? എയർ പ്ലാന്റ്. അധ്യാപികയായിരുന്നോ? എടപ്പാള് ദാറുൽ അധ്യാപികയായിരുന്നു അല്ലെ? ഇപ്പൊ പോണില്ല? ഫുൾ ചെടി സംരക്ഷണം. ബിസിനസ് അല്ല, ചെടി സംരക്ഷണം ഇല്ല. രാവിലെ 10 മണിയാകുമ്പോൾ ഞാൻ അവിടെ പോകും. രാത്രി 10 മണിയാകുമ്പോൾ തിരിച്ചു വരാം. എന്ത് ഷോപ്പാ? എന്താ ബിസിനസ്? ജ്യൂസ് ഉണ്ട്, പിന്നെ ചെടിയുടെ സാധനങ്ങളൊക്കെ. എവിടെയാണ്? 2 ഷോപ്പ് കൂടി ഒരുമിച്ച്. എവിടെയാ? അയിലക്കാട് ദുബായ് പടി അല്ലേ? വളങ്ങള്, ചെടിയുടെ വളങ്ങള്, പോട്ടുകളെല്ലാം. അതന്നെ സംഭവം. ഇതൊക്കെ തന്നെ ചെടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ജ്യൂസിന്റെ ഒരു കടയുണ്ട്. ജ്യൂസ് ഉണ്ട്. രണ്ടും ഒരുമിച്ചാണോ? നിങ്ങൾ തന്നെയാണോ നടത്തുന്നത്? അതെ. അപ്പോ വെറുതെ ഇരിക്കാൻ സമയമില്ലേ അല്ലെ? റെസ്റ്റ് എടുക്കാൻ സമയമില്ല. ആകെ 2 മണിക്കൂറേ കിട്ടുള്ളൂ. രാവിലെ 2 മണിക്കൂർ. ഇനിയിപ്പോ പോവാനായി അല്ലേ? പോവാനായി. ഇന്നിപ്പോ നേരം വൈകിയതാ. വെള്ളിയാഴ്ച ചിലപ്പോ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാനും ഒക്കെ ഉണ്ടാവുക. നിങ്ങളെ ഇവിടെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ വീട്ടിലാരുമില്ല. ഞാനല്ലേ, ഞങ്ങള് രണ്ടാളും. അല്ല, ഈ ചെടികളൊക്കെ നോക്കാനും സംരക്ഷിക്കാനൊക്കെ ആരുമില്ല. ഇതൊക്കെ എവിടുന്നാ നിങ്ങൾ ഈ നേരല്ലാതെ നേരത്തെ സംഘടിപ്പിക്കണേ? ഓൺലൈനായിട്ട് വാങ്ങിക്കുക. കൂടുതലും വാങ്ങിച്ചതന്നെ, എല്ലാതും ക്യാഷ് കൊടുത്ത് വാങ്ങിച്ച ചെടികളല്ല. ശരിക്കും ഈ വീട് നിങ്ങൾ വാങ്ങിയതാണോ അതോ ഇവിടെ? ഞങ്ങൾ വാങ്ങിയതാ, വീട് വാങ്ങിയതാ. പഴയ വീട് വാങ്ങിച്ചിട്ട് നമ്മളത് ചെയ്തതാണ്. ഇത്രയും ചെടികൾ ഇതിനകത്ത് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങളുടെ എത്ര കാലത്തെ പരിശ്രമ അല്ലേ? അതെ, ഈ പൂക്കൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. അത്ര ഇഷ്ടമാണല്ലേ? നിങ്ങളുടെ ഈ ഒരു താല്പര്യം കുട്ടികൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ലല്ല. പിന്നെ ഞങ്ങൾ 3 മാസം ഹസ്ബൻഡിന് വയ്യാതെ 3 മാസം ഞങ്ങൾ ഹോസ്പിറ്റലിലായിരുന്നു. തന്നെ അപ്പൊ പിന്നെ മോനാണൊക്കെ നോക്കിയത്. നോക്കിയെന്ന് പറഞ്ഞാൽ അവന് വെള്ളം ഒഴിക്കും. അത് കാരണം വെള്ളം ഒഴിക്കാതെ വെച്ച കാരണം
നശിക്കാതൊക്കെ കിട്ടി. ഈ ഒരു മണിമുല്ല ഉണ്ടല്ലോ, ഈ മണിമുല്ലയ്ക്ക് ഇത്രയും പടർന്ന് പന്തലിച്ചൊരു വലിയൊരു സംഭവമായിട്ട് മാറാൻ ഏകദേശം 2 വർഷമേ എടുത്തുള്ളൂ എന്നാണ് നിങ്ങൾ പറയണേ. 2 വർഷം എടുത്തിട്ടില്ല, ഒന്നാമത്തെ വർഷത്തിൽ തന്നെ അത് പൂവിട്ടു. പിന്നെ അത്രയും കെയർ ചെയ്യുന്നുണ്ട്, നന്നായിട്ട് വളം കൊടുക്കും. നമ്മൾ അതിന് എന്ത് വളമാണ് കൊടുക്കണേ? എല്ലുപൊടി, ചാണകപ്പൊടി ഒക്കെ ജൈവ വളം തന്നെ. ചാണകപ്പൊടി, എല്ലുപൊടി അതായിട്ട് കൊടുക്കുക. കമ്പോസ്റ്റ് കൊടുക്കും. പിന്നെ നമ്മള് വീട്ടില് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്, അത് ഇട്ട് കൊടുക്കും. ഡെയിലി നനയ്ക്കോ? ഡെയിലി നനക്കണം. ഡെയിലി എന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര വെയിലാണ്. നല്ല മണം ഉണ്ടല്ലേ? നല്ല മണം. ഏതാണ്? ഡിഷീഡിയ പ്ലാന്റ്. ഡിഷീഡിയ. ഇതിന്റെയൊക്കെ പേര് പഠിച്ചിരിക്കണ്ടേ? ചക്കരമത്ത പോലെ കാണില്ലേ, തോന്നുന്നില്ലേ? ശരിയാ, അതിന്റെ ഇല കാണുമ്പോലെ വാട്ടർമെലൺ കണ്ട അതിന്റെ ഒരു ഷേപ്പാണ് ഇലക്കൊക്കെ അല്ലേ? നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ ചെടികൾ ഇങ്ങനെ നിറയെ ഉണ്ടായി നിൽക്കുന്നോണ്ട് കൊതുകിന്റെ ശല്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇത് ആന്തൂറിയല്ലേ? എല്ലായിടത്തും ചെടിയാ. കാർബൺ പ്ലാന്റ് പറയും, ഭയങ്കര റേറ്റ് ഉള്ള ഒരു പ്ലാന്റ്. കാർബൺ പ്ലാന്റ് അല്ലേ? മാസം പൂ നിൽക്കും. ഓർക്കിഡ്. ഇതോ ഇതെന്താ സാധനം? ഫിറ്റോണിയ വേറെ കൂടുന്നതാണ്. ഇത് ഫിറ്റോണിയ. 3 അവിടെ. ഇത് വലിയ ഇല ഉള്ളത്, ഇത് അതിന് ചെറുത്. 3 തരം. അല്ല, ഇത്രയും ചെടികൾ ഇങ്ങനെ നിറഞ്ഞു നമ്മൾ ഒരു ചെറിയൊരു നീർക്കോലിനെ പോലും കണ്ടിട്ടില്ല. ഇല്ല, അങ്ങനെയൊന്നും വരില്ല അല്ലേ? സാധാരണ ഇത്രയും ചെടികളൊക്കെ നിൽക്കുമ്പോഴേ പാമ്പെങ്ങാനും വരുമോ എന്നുള്ളൊരു ആശങ്ക പറയാറുണ്ട്, പക്ഷെ ഇതുവരെ കണ്ടിട്ടില്ല. ബ്ലീച്ചിങ് പൗഡർ യൂസ് ചെയ്യും അല്ലേ? ബ്ലീച്ചിങ് പൗഡർ കലക്കിയിട്ട് ഇങ്ങനെ എല്ലായിടത്തുനിന്ന് ഒഴിച്ചു കൊടുക്കും. പിന്നെ സാഫ് അടിക്കുമല്ലോ നമ്മൾ ഇതിനിടക്ക്. സാഫ് അടിച്ചു കൊടുക്കണ കാരണം അതിന്റെ സ്മെല്ലൊന്നും പറ്റാത്തതുകൊണ്ടായിരിക്കാം. ഫംഗിസൈഡാണ്. അത് ഇടക്ക് അടിച്ചു കൊടുക്കും. കുട്ടിക്കാലം മുതൽ ഇങ്ങനെ ചെടികളോട് ഇഷ്ടമുണ്ടോ? അതെ, കുട്ടിക്കാലം മുതലേ ഇഷ്ടമാണ്. ആണല്ലേ? എന്റെ ഉമ്മാക്ക് ഭയങ്കര താല്പര്യം. ശരിക്കും പൂമ്പാറ്റയുടെ ചക്കരമത്തയുടെ ഷേപ്പുള്ള ചെടി, പൂമ്പാറ്റയുടെ ഷേപ്പുള്ള ചെടി, എന്തെല്ലാം ചെടികളാ. ഞാൻ സത്യം പറയാലോ, എനിക്ക് ഇങ്ങനെ ക്ഷമയില്ലാത്തത് കൊണ്ട് ഈ ചെടിയൊക്കെ കാണാനും ഒക്കെ ഇഷ്ടമെന്നല്ലാതെ എനിക്ക് അറിയില്ല അത് പരിപാലിക്കാൻ. ഇതിന് ബട്ടർഫ്ലൈ പ്ലാന്റ് എന്നാണ് പറയാ. അതിന്റെ പച്ച. ഇതിന് വെള്ളപ്പൂവ്. ഇതിനെങ്ങനത്തെ വെള്ളപ്പൂവ്? സാധാരണ മുള്ളുണ്ടാവുമല്ലോ യൂഫോർബിയക്ക്. ഇതിന് മുള്ളുണ്ടാവും. യൂഫോർബിയ എന്നാണ് ഇതിന് പേര്. ഇതിന് ആക്ച്വലി മുള്ളുണ്ടാവും, പക്ഷെ ഇതിന് മുള്ളില്ല അല്ലേ? നിറയെ പൂവുണ്ട്. ഒരു പ്രത്യേക ഷേപ്പ് അല്ലേ പൂവിനെ? കണ്ടോ? പ്രത്യേകിച്ച് ഏതളുകൾ വേർതിരിച്ചറിയാൻ കഴിയുന്നില്ല, ഒരൊറ്റ ഏതള് പോലെ അല്ലേ? വെള്ളം എങ്ങനെ ഒഴിച്ചു കൊടുക്കും? കുടഞ്ഞു കൊടുത്താ മതി. നല്ല ഭംഗിയുള്ള പൂവാ. ആണോ? എത്തുമാത്രം ചെടികളാ. എന്റെ ടീച്ചറെ, നിങ്ങളെ ഞാൻ സമ്മതിച്ചു കേട്ടോ. ഞാൻ സത്യത്തില് എന്തോ പ്രാണി കടിച്ചിട്ട് ഇങ്ങനെ ആയെന്നാണ് കരുതിയത് കേട്ടോ. ആഹാ, അത് പ്രാണി കടിച്ചതല്ല, കേടൊന്നും ഇലയില്ല അല്ലേ? ഇതിന്റെ പ്രത്യേകത ഇങ്ങനെയാണ്. കീറിയല്ല, വല്ലാത്തൊരു അത്ഭുതം. ഇത് നോക്കിയേ ടീച്ചർ, ഈ നേരല്ലാത്ത നേരത്തെ ഇതിനൊക്കെ നേരം കണ്ടെത്തുണ്ടല്ലോ എന്നാ. ഈ ചെടിയുടെ വേരാണ് ഈ പോയിട്ട്, വേര് മാത്രം. ഇത് വയറല്ലേ? ഇതിന്റെ വേരാണത്. അയ്യോ, അത് ശരി, ഈ ചെടിയുടെ വേരാണോ? അത്ഭുതം തന്നെ. ഞാനിത് എന്തോ വയറാണെന്ന് വിചാരിച്ചു, ബൾബിന്റെ എങ്ങാണ്ട്. മിലിറ്ററി പാന്റ് എന്നാ പറയുന്നത്. മിലിറ്ററിക്കാരുടെ യൂണിഫോം പോലെയാണല്ലേ? അത് നന്നായി. മിലിറ്ററി പാന്റ് പോലെയാണ്.
സഹായിക്കണമെന്നൊരു തോന്നാറുണ്ട്. ഫിഷ് ബോൺ കാക്ടസ് അത് ഫിഷ് ബോൺ ഫ്ലവർ ഉണ്ടാവും. നല്ല വെയിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ ഈ കാലാവസ്ഥയിൽ അങ്ങനെ ഫ്ലവർ ഉണ്ടാവും. പനിയാണ്. മീനിന്റെ മുള്ള്, മീൻമുള്ള്. മീൻമുള്ളിന്റെ ചെടിയാണ് ഗൈസ്. ഇതെന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ വൈകിട്ടാകുമ്പോൾ ഇത് ഇങ്ങനെ കൂമ്പി നിൽക്കും. അപ്പൊ അതിന് പ്രയർ പ്ലാന്റ് എന്നും പറയുന്നത്. പ്രയർ പ്ലാന്റ്, പ്രാർത്ഥിക്കുന്ന പോലെ. എല്ലാം കലാത്തിയ വെറൈറ്റി ഒക്കെ. ശരിക്കും നാടൻ ചെടികളാണോ അതോ ഇപ്പോഴത്തെ പുതിയ മോഡൽ ചെടികളാണോ ഷെമീനക്ക് ഇഷ്ടം? എല്ലാ ചെടികളും ഇഷ്ടമാണ്. എല്ലാം ഇഷ്ടമാണ്. എല്ലാ ചെടികളും ഇഷ്ടമില്ലാത്ത എന്ത് ഇനിയിപ്പോ ഒരാൾ പുതിയ ഒരു തയ്യ് തന്നാൽ അതും വാങ്ങും. ഞാൻ എവിടെ പോയി വരുമ്പോഴും എന്റെ അടുത്തൊരു ചെടി കഷ്ണം ഉണ്ടാവും. തരും എന്തായാലും. എങ്ങനെങ്കിലും ഒരു കഷ്ണം ചെടി ഒപ്പിക്കുമല്ലേ? കൂടുതൽ ഞാൻ അതൊക്കെ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ള കേട്ടോ കൂടുതലും. ചിലര് ഇഷ്ടമുള്ള കാരണം ചിലര് നമുക്ക് ചെടി ഇഷ്ടാന്നുള്ള കാരണം ഇത് ഉണ്ടാവും ചോദിച്ചിട്ട് തരുന്നവരുണ്ട്. അതൊക്കെ എങ്ങനെയുണ്ട് ഷെമീനയുടെ ബിസിനസ്? എങ്ങനെയുണ്ട് ചെടിയുടെ ബിസിനസ്? അങ്ങനെ കൂടുതലായിട്ടൊന്നും നടക്കണില്ല. കാരണം ഞാൻ കടയിലായ കാരണം അവിടെ ജ്യൂസ് അതൊക്കെയാണല്ലോ. പക്ഷെ വളങ്ങളും ചെടിയുടെ സാധനങ്ങളൊക്കെ വളങ്ങളാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്, മെയിൻ ആയിട്ട് പോകുന്നത്. നല്ല ജൈവ വളങ്ങളാണ്. ഞാൻ പറയുകയാണെങ്കിൽ എന്തായാലും ഷെമീന ഒരു നല്ല ഒരു നഴ്സറിയുടെ ഉടമസ്ഥയാവട്ടെ എത്രയും പെട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. കാരണം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ ഷെമീനയുടെ, കാരണം ഇത് നമ്മുടെ പാഷനും കൂടെയാണല്ലോ. ഈ പാഷനും പ്രൊഫഷനും ഒന്ന് തന്നെ ആവുക എന്ന് പറഞ്ഞാൽ വലിയ ലെക്കാണത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അപ്പോൾ എന്ത് ചെയ്യാം, ജോലി ചെയ്യാം. അപ്പോൾ അങ്ങനെ വലിയൊരു സംരംഭത്തിൻ്റെ ഉടമസ്ഥയാവട്ടെ ഷെമീന എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്. ഫിലോഡെൻഡ്രോ ഇത് നോക്കൂ, ഇതൊരു പ്രത്യേകത. ഇതിന്റെ പിടിച്ചു നോക്കി ശരിക്കും പ്ലാസ്റ്റിക് പോലെ. ആ ശരിയാണ്, പ്ലാസ്റ്റിക് തന്നെ, കറക്റ്റ് പ്ലാസ്റ്റിക്. ആദ്യം ഇതിന്റെ ഒരു തൈക്ക് 3000 രൂപയായിരുന്നു വില. 3000? അമ്മേ, ഇത് ഞാൻ അത്ര ഒന്നും വില കൊടുത്തിട്ട് വാങ്ങിച്ചതല്ല. അത് ഒരു 600 രൂപക്ക് കൊടുത്തു ഒരു ചെറിയ തൈ വാങ്ങിച്ചപ്പോൾ. കണ്ടാൽ പ്ലാസ്റ്റിക് ആണെന്ന് തോന്നും, പക്ഷേ പ്ലാസ്റ്റിക് അല്ല. പേരെന്താണ് ഷമീന? അലോക്കേഷ്യ. അലോക്കേഷ്യ. എനിക്ക് ആകെ അക്കേഷ്യ എന്ന് മാത്രമേ അറിയുള്ളൂ. ആകെ അറിയണ മരാതാണ്. ഈ ബേർഡ് നെസ്റ്റ് എന്ന് പറയാൻ എന്താവും കാരണം? പോലെ ഒരു കട്ടക്കൂട് കൂട്ടി നിക്കുന്നല്ലേ. അതിന്റെ ഉള്ളൊക്കെ എന്താ അറിയാ? നോക്ക്, ശരിയാ, ഓരോന്നിനും അർത്ഥമുണ്ട് അല്ലേ. ബേർഡ് നെസ്റ്റ് പ്ലാന്റ്, കോബ്ര ഫേൺ. എന്റെ അമ്മേ ശരിയാ, കണ്ടോ നോക്ക്. കോബ്ര ഫേൺ ആണ്. കോബ്ര ഫേൺ. എനിക്ക് അതിനെ പേടിയാ തൊടാൻ. ശരിക്കും ഒരു പാമ്പിന്റെ ഷേപ്പ്. കോബ്ര ഫേൺ. നമ്മളെ വയറ്റിലെ പുണ്ണൊക്കെ കളയാനും പുണ്ണൊന്നും പോവില്ല, ഇതാവില്ല. കഴിക്കാൻ നല്ല ടേസ്റ്റും നിറയെ ഉണ്ടാവും. ബ്ലീഡിംഗ് ഫ്ലവറോ? അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇത്രയും നേരം പറഞ്ഞ പേരിൽ ഏറ്റവും ഇഷ്ടമായ പേരതാണ്. ഹോയ ചെടിയാണേ. നിങ്ങൾക്കൊരു രസം കാണിച്ചു തരാം. ഈ ചെടിയുടെ ഈ പൂവിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ ചെടി ഇവിടെ ഒന്നും അല്ല. ചെടി ഇവിടുന്ന് ഇങ്ങ് പോരണം, കുറച്ച് ദൂരം പോരണം. അവിടെ നിന്ന് ഇങ്ങ് പോന്നതിന് ശേഷം ഇവിടെ ഇപ്പുറം വന്ന് ദേ അമ്മച്ചെടി ഇവിടെയാണ്. ഇവിടുന്നൊക്കെ പോയി എങ്ങനെയൊക്കെയോ കക്ഷി കറങ്ങി തിരിഞ്ഞ് ഇവിടെ വന്ന് ദേ ഈ ഓടിൻ്റെ മേലെ ഇതാ സൂം ചെയ്ത് നിൽക്കുകയാണ്, കണ്ടോ? എങ്ങനെയുണ്ട് നമ്മുടെ ഷെമീന ടീച്ചറിൻ്റെയും മുസ്തഫയുടെയും വീട്ടിലുള്ള പൂന്തോട്ടം? മണിമുല്ല കാണാൻ പോയതാ. ലോകത്തുള്ള സകല ചെടികളും അവിടെയുണ്ട്. അവരുടെ ഈ ഒരു സംരംഭം, അവരുടെ ഈ ഒരു ഇഷ്ടം ഇനിയും ഒരുപാട് വളരട്ടെ എന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇതുപോലുള്ള കൗതുകങ്ങളുടെ വീഡിയോകളുമായിട്ട് ഇനിയും വരും വരെയും എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്നേഹത്തോടെ നന്ദി, നമസ്കാരം.